കാന്താരി മുളകെന്ന് പറയും, വെള്ളക്കാന്താരി എന്ന് പറയും. വെള്ളക്കാന്താരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉള്ളിയും ഇതും അരിഞ്ഞ് ശകലം പുളിയുടെ നേരം കൂടെ വെച്ചിട്ട് കപ്പ പുഴുങ്ങി അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിൻ്റെ അംശം കുറയ്ക്കുന്നതിനുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ഈ മുളക്. നമ്മൾ മുളക് എല്ലാ ഐറ്റവും ഇവിടെ ഇട്ടിട്ടുണ്ട്. മുളക് പല എല്ലാ ഐറ്റവും ഇല്ല, ഇതുണ്ട്. എന്താ അവിടെ വേറെ ഐറ്റം. നമുക്ക് ഇതിൻ്റെ കായ്കൾ നിൽക്കണത്, കായ്കൾ ഇന്ന് പറിച്ചു കായ, അതാണ് ഇന്നിപ്പോൾ കായ തോന്നിക്കാത്തത്. നമ്മൾ കൃഷിഭവനിൽ നിന്ന് ഇതിൻ്റെ വിത്തുകൾ എടുക്കുന്നുണ്ടോ അതോ? കൃഷിഭവനിൽ നിന്ന് അവിടെ ആൾക്കാർ ഏജൻറ്റ് വരെ കൊണ്ട് കൊടുത്തിരുന്നതാണ് ഈ വഴുതനയും കത്തിരി തൈ. വഴുതനത്തിൻ്റെ തൈ അവിടെ നിന്ന് വാങ്ങിച്ച വഴുതനം കത്തിരി അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കത്തിരി ഉണ്ട്, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പൂക്കളുണ്ട്. ഇല്ല, വഴുതനത്തിൻ്റെ കൊണ്ട് ഈ ഭാഗം വന്നാൽ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സബ്സിഡി അങ്ങനെ എന്തെങ്കിലും? സബ്സിഡി അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും നമുക്കായിട്ടില്ല. അത് ഞാൻ പ്രധാനമായിട്ട് ഡിമാൻഡ് ചെയ്തത് ഈ കറണ്ടിൻ്റെ സബ്സിഡി. അപ്പോൾ ഒരു കറണ്ടിൻ്റെ സബ്സിഡി എന്ന് പറയുമ്പോൾ ലോൺ പ്രോസസ്സാണല്ലോ. അപ്പോൾ ഒരു ഇത്ര ആൾ കൃഷി ചെയ്യുന്ന ഇവിടെ വീടുണ്ടെങ്കിൽ തരില്ല. വീടില്ലാത്തതുകൊണ്ട് ഓൺലി അഗ്രികൾച്ചർ പർപ്പസ് ആയതുകൊണ്ട് ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തരാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പേപ്പർ കൊടുത്തപ്പോൾ അവർ ഇലക്ട്രിസിറ്റിയിലേക്ക് പേപ്പർ ഫോർവേഡ് ചെയ്തെന്നാണ് അറിയുന്നത്. എനിക്ക് കറണ്ടിൻ്റെ ഒന്നുകിൽ താരിഫ് കുറച്ച് തരിക. സാധാരണ കൺസ്ട്രക്ഷൻ പർപ്പസിൻ്റെ താരിഫ് വെച്ചിട്ടാണ് ഞാനിപ്പം കണക്ഷൻ എടുത്തിട്ട് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് കിട്ടിയാൽ ഏറെ ബെറ്റർ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? വെള്ളം ഇവിടെ കിണറുണ്ട്, അങ്ങോട്ട് കാണിച്ചു. നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്, ഞാൻ വെട്ടിയ കിണർ തന്നെയാണ്. കുഴപ്പമുണ്ട്, മുമ്പും കൂടെ കൃഷി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കണക്കിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വീട്ടിൽ കൃഷിക്ക് പോകുന്നു. വെള്ളം ഇതുവരെ വറ്റുക അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഈശ്വരാധീനം കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉള്ളത് കൊണ്ട് കൂടെയാണ് ഈ കൃഷിക്ക് ഞാനിങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കൃഷി എഴുതണങ്ങ വേറെ സൈസ് മുളക്, പാൽമുളക് എന്നൊക്കെ പറയുന്നു. പാൽമുളകെന്ന് പറയും. ഇത് എരിയ മുളകാണ്. ഇത് നീല നിറത്തിലുള്ളതാണ് കായ്. എന്നാൽ ഇത് മാർക്കറ്റിൽ അത്ര ഡിമാൻഡില്ല. ഡിമാൻഡുള്ളത് പച്ച കായ്ക്കാണ് ഇവിടെ ഡിമാൻഡുള്ളത്. കാച്ചില്ല, സസ്യമാണ്. പിന്നെ വേറെ സീസൺ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് വന്ന സസ്യത്തിന് മണ്ടക്കുടിച്ചിരിക്കുന്നു. സാർ, ഇപ്പോൾ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അതായത് പുരയിടങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലോ പാട്ടത്തിന് കിട്ടുമെങ്കിലോ അതിനെ വെട്ടി അധ്വാനിച്ചു കഴിഞ്ഞാലേ അവിടെ ഒന്ന് നമുക്ക് ആദായമുള്ള വിഭവങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. രണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യം, മനുഷ്യൻ അധ്വാനിക്കുന്നതിലൂടെ ബോഡി വിയർത്ത് അവൻ്റെ വേണ്ടാത്ത അസ്വസ്ഥതകളൊക്കെ ബോഡിയിൽ നിന്ന് പോയി അവൻ ആരോഗ്യവാനായിരിക്കും. ഇളം തലമുറകളും കൂടെ ചെയ്താൽ അവരുടെ പ്ലോട്ടുകളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, പ്ലോട്ട് ഉള്ളിടത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു വർക്കാണ്. രണ്ട്, നല്ല ആഹാരം മുന്നിൽ വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. രാസവളങ്ങളോ മറ്റ് കെമിക്കലുകളോ ഉപയോഗിക്കാത്ത ഫുഡ്, ഫലങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടെ നിലനിർത്തുന്നതിനും ആയുസ് കൂട്ടുന്നതിനും സാധിക്കും.